ഇത്തവണയും നീക്കുട്ടിയുടെ സ്കൂളിൽ പ്രീ പ്രൈമറി ഫെസ്റ്റിന് ഫ്രൂട്ട് ഡാൻസ് ഉണ്ട് കേട്ടോ. ഫ്രൂട്ട് എന്താണെന്നുള്ളത് സ്കൂളിന് ഡിസൈഡ് ചെയ്ത് പറയും, നമ്മളത് ഉണ്ടാക്കി കൊടുക്കണം. സാധാരണ വേസ്റ്റ് മെറ്റീരിയലാണ് നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യാറ്. പക്ഷേ ഇത്തവണ സ്കൂളിൽ പ്രസൻറ്റ് ചെയ്യാനായതുകൊണ്ട് തന്നെ കാർഡ്ബോർഡും ചാർട്ടും എല്ലാം നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുകയാണ് ചെയ്തത്. കഴിഞ്ഞ തവണ സ്ട്രോബെറിയും അതിൻ്റെ മുന്നത്തെ തവണ ബട്ടർഫ്ലൈ ആയിരുന്ന നീക്കുട്ടി ഇത്തവണ ബനാനയാണ്. പക്ഷേ ഇത് ബനാനയല്ല, മോളുടെ ക്ലാസ്സിലെ അവളുടെ ഫ്രണ്ട് ഋതുവിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഋതുവിൻ്റെ അമ്മ കൂടെ ഇത് ചെയ്യാനായിട്ട് കൂടെ കൂടിയിട്ടുണ്ട്. കാർഡ്ബോർഡിന് നമ്മൾ ഇങ്ങനൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിന് യെല്ലോ ചാർട്ട് കൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. യെല്ലോ ചാർട്ട് കവർ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റിൽ മൊത്തം അരികിൽ മാത്രമായിട്ട് ഗ്രീൻ കളർ ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടോ എന്ത് ഫ്രൂട്ടാണെന്ന്? അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിൻ്റെ നെക്സ്റ്റ് ലെയറായിട്ട് കുറച്ച് വീതിക്ക് ഓറഞ്ച് കളറും അതിനകത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറും ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സെൻറ്ററിൽ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത പോർഷനിൽ മാത്രം കുറേ പശ ഇങ്ങനെ നമ്മൾ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കൈവച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം കുറച്ച് തെർമോക്കോൾ ഇതുപോലെ പൊടിച്ചെടുത്തു. കുറച്ചല്ല കേട്ടോ, കുറച്ച് കൂടുതൽ തെർമോക്കോൾ തന്നെ പൊടിച്ചെടുത്തു. പക്ഷെ ആ പശയുടെ പുറത്ത് അതൊരു ഭംഗിയായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ലേ. പിന്നെ നമ്മൾ കുറച്ച് ബ്ലാക്കും പശയായിട്ട് മൈദ കലക്കി പശയാക്കി കുറച്ച് ബ്ലാക്കുമായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ തെർമോക്കോൾ നല്ല കൂടുതലായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. അപ്പോഴാണ് കറക്റ്റ് അതിൻ്റെ സീഡിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ വെയിലത്തേക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. മൈദ കാച്ചിയ പശയാണ് നമ്മൾ സെൻറ്ററിൽ കൊടുത്തത്, അതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങിയാലേ പറ്റുള്ളൂ. ഇത് നന്നായിട്ട് ഉണങ്ങുന്ന സമയം കൊണ്ട് ഗ്രീൻ കളറിലുള്ള ഒരു ചാർട്ടിനെ പപ്പായയുടെ ഇല കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കുവാണ്. പക്ഷേ ഈ ലീഫ് ചെയ്തതിൻ്റെ വീഡിയോ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അതൊന്ന് ഡാൻസിനൊന്നും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം എല്ലാ കുട്ടിയുടെ കയ്യിലും ലീഫില്ല, അതുകൊണ്ട് അത് യൂസ് ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെയും തണ്ടായിട്ട് പപ്പായയുടെ തണ്ടിനെ യൂസ് ചെയ്തു. പശ തേച്ച് ഇതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഫുൾ ഗ്രീൻ കളർ പേപ്പറുണ്ട്, ചാർട്ട് പേപ്പർ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ എല്ലാവർക്കും ക്രൗൺ നിർബന്ധമായിരുന്നു. ആ ക്രൗണ് പപ്പായയുടെ ലീഫിൻ്റെ അതേ മോഡലിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തത്. അങ്ങനത്തെ ഈ ഒരു ഫൈനൽ ലുക്കിലാണ് നമ്മൾ ഫ്രൂട്ട് ഡാൻസിനായിട്ടുള്ള പപ്പായ റെഡിയാക്കി എടുത്തത് കേട്ടോ.